ഇവര് രണ്ടാളും തീവ്രവാദികളല്ല, പുതിയണ്ണും പുതിയാപ്പിയാണ്. ഈ ചാറിന് അഷ്റഫ് മാഷും തീവ്രവാദ ബന്ധമുള്ള ആളൊന്നല്ലട്ടോ. പണ്ട് സ്കൂളായിട്ട് ബന്ധമുള്ള ആളേനി, റിട്ടയർഡ് മാഷാണ്. ഈ നിരന്ന് നിൽക്കണ കയ്യും കാലും പൊന്തിച്ചിന പെണ്ണുങ്ങളൊന്നും തീവ്രവാദ ബന്ധമുള്ളോലല്ല, അടുക്കളനോടും അടുപ്പിനോടും ബന്ധമുള്ളോലാണ്. ഇനി ഇബലൊക്കെ തീവ്രവാദ ബന്ധമുള്ളോലാണെങ്കിൽ ഇബലിടയിൽ നിൽക്കണ ഈ ഞാനും തീവ്രവാദി ആവൂലേ? ഈ വിച്ചാപ്പുല്യ നമ്മളെ തിരുപ്പമുക്കര നടൻ മൂപ്പരും തീവ്രവാദി ആവൂലേ? പറഞ്ഞു വരുന്നത് മെക്സ്7 ഹെൽത്ത് ക്ലബിനെ കുറിച്ചാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ റോട്ടുമ്മ കൂടെ പോകുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു ജെയ്സി ഇട്ടാണ്ട് ഇങ്ങനെ പോണ്. അപ്പൊ നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്നോലാണ് നിങ്ങളെങ്കിൽ നല്ലോണം കണ്ടാളി, കാണാത്തവർക്ക് വിട്ടുകൊടുക്കി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോടി. എന്നാ കഥ തുടങ്ങല്ലേ. എന്താണ് മെക്സ്7? മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ 7 ദിവസവും. അതാണ് ഈ പേരിന്റെ അർത്ഥം. പട്ടാളം വിട്ട സലാഹുദ്ദീൻ എന്ന ഈ കാണുന്ന കൊണ്ടോട്ടിക്കാരൻ മൂപ്പര നാട്ടിലെ പ്രായമായോലും ചെങ്ങായിമാരും ഒക്കെ കൂടി കൂട്ടി രാവിലെ ഓൽക്കൊരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ മെക്സ്7. 21 തരം പരിശീലനങ്ങളാണ് ഇതിലുള്ളത്. പ്രായമായോലുണ്ട്, പലതരം കൊണക്കടുള്ളവരുണ്ട്, കൊണക്കടുന്ന് കേച്ചിലായോലുണ്ട്, ഒക്കെ ഉണ്ട്. വലിയ കനുള്ള കളികളൊന്നും ഇവിടെ ഇല്ലട്ടോ. എന്നും രാവിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട് നേരത്തിനെത്തും. അരമണിക്കൂർ നേരം കൊണ്ട് ഇത് കഴിയും ചെയ്യും, ഒരു പെരേക്ക് തിരിച്ചെത്തും ചെയ്യും. ജിമ്മിലൊക്കെ പോയാൽ വെയിറ്റ് എടുക്കുന്നതിന്റെ മുന്നേ എന്തൊക്കെ ചെയ്യും? അതൊക്കെ തന്നെ. ഇതാ നോക്കി, മൂപ്പര് ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ചാടുന്ന കണ്ടില്ലേ? വേറെ ആളുടെ ഇടത്തെ കാല് തിരിച്ചിന്, വലത്തെ കാല് തിരിച്ചിന്. അഷ്റഫ് മാഷ് ഊരക്ക് കൈ കൊടുത്ത് റുക്കൂക്ക് പോകാൻ നിക്കണ മാതിരി നിന്ന് മുട്ടുമല് ഉറപ്പുണ്ടാവും നോക്കണ്. മറ്റൊരു കഥാപാത്രം ഊരട്ട് തിരിച്ചിന്, തല മൊത്തം ഒന്ന് വാൾഫാൻ കറക്കണ മാതിരി കറക്കണം. ഊരക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ചെയ്യ. ഇത് മൂപ്പര് വെടിവെക്കാന്ന് കരുതണ്ടട്ടോ, ഇതും ഒരു എക്സസൈസാ. കൈ പൊന്തട്ടെ, ആള് താഴട്ടെ, മൂപ്പരെ പെണ്ണുങ്ങളും അതിന്റെ വേറൊരു കോലം കാട്ടട്ടെ. കൈ പൊന്തുമ്പോ തൊള്ള കാട്ടണത് നോക്കണ്ട, അതും ശ്വാസം അകത്തേക്കും പുറത്തേക്കും വീണതാ. അപ്പോളേ വ്യായാമാവുള്ളൂ. കൈയട്ടി നോക്കി നിൽക്കാതെ ഇതേമാതിരി കൈ പൊന്തിച്ചാല് ആരോഗ്യം ഉണ്ടാവൂട്ടോ. മോളിന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് കൈകൊണ്ട് നിലം തൊടുക. എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് കാണിച്ചു കൊടുക്കാൻ ഓരോ സ്ഥലത്തും ഓരോ ട്രെയിനർമാരുണ്ടാവും. ഇങ്ങനെ 21 തരം വ്യായാമ മുറകൾ. ഇങ്ങനൊക്കെ ചെയ്താൽ തീവ്രവാദ ബന്ധം ഉണ്ടാവുമോ ചങ്ങായിമാര്? ഇനിയിപ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ? അതുമല്ല. ആണുങ്ങൾ വേറെ സ്ഥലത്ത്, പെണ്ണുങ്ങൾ വേറെ സ്ഥലത്ത്. ആണുങ്ങൾക്ക് ആണുങ്ങളായിട്ടുള്ള ട്രെയിനർ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ട്രെയിനർ. ഇങ്ങനൊക്കെ ആക്കിയാൽ തീവ്രവാദ ബന്ധം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ PSC ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയാണ്. PSC എന്ന് പറഞ്ഞാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാട്ടിലെ ഗ്രൗണ്ടിൽ, സ്കൂളിന്റെ മുറ്റത്ത്, ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ തുറസായ സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഇത്തരം വ്യായാമ മുറകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തൊള്ളേ തോന്നിയെ വിളിച്ചറിയുമ്പോൾ ഒന്ന് ചോദിച്ചട്ടെ. സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട്, ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്, ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, സകല പാർട്ടിക്കാരും സകല സംഘടനന്റെ ആൾക്കാരും ഇതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓലെല്ലാരും തീവ്രവാദ ബന്ധമുള്ളവരാവൂലേ? എന്നാ ഓലൊക്കെ പല പല രോഗങ്ങളായിട്ട് ബന്ധമുള്ളവരാണ്, വ്യായാമത്തിന് താല്പര്യമുള്ളവരാണ്. ലക്കും ലഗാനും ഇല്ലാത്തവനെ എന്തോ ഒന്ന് പറഞ്ഞിരുന്നു കരുതി അത് വലിയൊരു കാര്യാക്കണ്ട. നാക്കിന് എല്ലില്ലല്ലോ, വാക്കിനോ GST ഇല്ലല്ലോ എന്ന് കരുതി എന്തേലും വിളിച്ചു പറയരുത്. ഭരിച്ചണ ഗവൺമെന്റ് ഓപ്പൺ ജിമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാതെ, ജനങ്ങൾക്ക് രോഗം വരുന്നത് നോക്കാതെ, വന്ന രോഗത്തുനിന്ന് മുക്തി കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യുമ്പോൾ അയിമ തോണ്ടാനും മാന്താനും നിൽക്കണ്ട. നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്തിനാ നിലനിൽക്കണമെന്ന് വല്ല ബോധമുണ്ടോ? ഓലെടുക്കണ പണി മര്യാദക്ക് എടുത്താൽ തന്നെ ഈ കേരളത്തിൽ ഇന്ന് രാവിലെ പോയി എക്സസൈസ് ചെയ്യണ ജിമ്മിൽ പോണേ ഒട്ടുമിക്ക ആൾക്കാരും പോവില്ല. കാരണം പല രോഗങ്ങളും ഓല് മര്യാദക്ക് പ്രവർത്തിച്ചാൽ തന്നെ ഇല്ലാതാവും. ഞാൻ കണ്ട മെക്സ്7 ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് അലമ്പോ ഒന്നുമില്ല. ആർക്കും വന്ന് കണ്ണോണ്ട് കണ്ട് ഉറപ്പ് വരുത്താം. ഇനിയിപ്പോ ഈ വ്യായാമം കഴിഞ്ഞിട്ട് ഈ ജേഴ്സി ഇട്ട് പൊറാട്ട തിന്നാൻ പോകണ്ടെങ്കിൽ, ഇതിന്റെ പേരിൽ ടൂറ് പോകണ്ടെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ, അവിടുന്നൊക്കെ എന്തെങ്കിലും ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഞമ്മക്കറിയില്ല. അതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതുമല്ല. അതൊക്കെ പുറത്ത് നടക്കുന്ന വിഷയം. ഈ വ്യായാമത്തിന്റെ സമയത്ത് ഇവിടെ ഒരു സംഭവം നടക്കണില്ല. ഒക്കെ നല്ല ഹലാലായ കാര്യങ്ങളാ. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് തോനെ അറിയാനും വേണ്ടി ഇതിന്റെ ആളെ വിളിച്ചൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പം ഇതിന്റെ പേരിലുള്ള ഇന്റർവ്യൂകളൊക്കെ നിർത്തിയെന്നാ മൂപ്പര് പറഞ്ഞത്. പോണോടത്തോളം പോട്ടെ, മൂപ്പർക്ക് താല്പര്യമില്ലല്ലോ. മൂപ്പർക്ക് താപ്പയ്യ ഉണ്ടാവുമ്പം നമുക്ക് ഇന്റർവ്യൂ വെക്കാം. ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ പിന്നിൽ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അന്ന് ഈ കാണുന്ന സകല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള 99% ആൾക്കാരും ഈ പരിപാടിക്ക് പങ്കെടുക്കൂലെന്ന് ഉറപ്പാണ്. എന്റെ പേജുമായിട്ട് ബന്ധമില്ലാത്ത, എന്നാ മെക്സ്7 ബന്ധമുള്ളവരും അല്ലാത്തവരും നമ്മളെ പേജുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. സ്നേഹത്തോടെ ഞാൻ പാണാളി ജുനൈസ്. ഇനിയും കാണാം.